ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ 6ാമത്തെ ഭാഗമായിട്ട് പഠിക്കാൻ വരുന്ന സൂറത്തുൽ അലയുടെ 2ാമത്തെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേട്ട് മനസ്സിലാക്കി പഠിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى فذكر إن نفعت الذكرى. okay? فذكر إن نفعت الذكرى. ഫദക്കിർ റാഇനെ തർഖീഖ് ചെയ്യണം. ഫദക്കിർ കിർ നോ കിർ കിർ ശ്രദ്ധിക്കണം കേട്ടോ. ഇൻ നഫഅതി ദിക്റ ഇൻ നഫഅതി ആണ് കേട്ടോ. ഇന്ന ഫഅതി അല്ല, ശ്രദ്ധിക്കണം. الذكر سيذكر من يخشى سيذكر من يخشى ويتجنبها الأشقى അവിടെയും ويتجنبها الأشقى ബുഹല്ലഷ്ക ആവരുത്. الذي يصلى النار الكبرى എങ്ങനെ الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا. okay? ثم لا يموت فيها ولا يحيا. ثم لا يموت فيها ولا يحيا. يحيا ഹാ ആയിരുന്നിട്ടാ. ചില ആളുകൾക്ക് യഹിയ പാടില്ല. قد أفلح من تزكى قد أفلح من تزكى قد أفلح من تزكى وذكر اسم ربه فصلى. okay? وذكر اسم ربه فصلى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا بل تؤثرون الحياة الدنيا والآخرة خير وأبقى. okay? والآخرة خير وأبقى إن هذا لفي الصحف الأولى. നോക്കണേ, ഇന്ന ഹാദാ മണിക്കണം. ഇന്ന ഹാദാ ലഫി സ്സുഹുഫിൽ ഊലാ. അസ്സുഹുഫി എന്ന സാദിനും ഹാഇനും ദമ്മാണ്. സുഹുഫി ഇബ്രാഹീമ വമൂസ സുഹുഫി ഇബ്രാഹീമ വമൂസ സുഹുഫി. ഓക്കെ, ശരിയല്ലേ? സദഖല്ലാഹുൽ അദീം.
പിന്നെ ഇതിൽ വന്ന വർക്കുകളൊക്കെ എന്തൊക്കെയാണ്? നെക്ര, അപ്പം അതിൽ നിന്ന് വന്ന കുറച്ച് നമുക്ക് വേർഡ്സായിട്ട് പറഞ്ഞ് പഠിക്കാൻ പറ്റിയ പദങ്ങളാണ്. എന്താണ്? ഇന്നഫഅത്തി, ഇന്നഫഅത്തി ദിക്റ, ഇന്നഫഅത്തി ദിക്റ, സയദക്കറു വയതജന്നബുഹൽ അഷ്ഖാ, യസ്ലന്നാറ, യസ്ലന്നാറ വലാ യഹ്യാ, ബൽ തുഅ്സിറൂന, ബൽ തുഅ്സിറൂന ലഫിസ് സുഹുഫിൽ ഊലാ, സുഹുഫ് ഇബ്രാഹീമ. അപ്പോൾ നമ്മൾ അതിൽ ഖുറാനോത്തിൽ കൂടെ ഇങ്ങനെ ഓതിപ്പോയിണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ നോക്കി നമുക്ക് വലാ യഹ്യ നമ്മളിവിടെ വായിച്ചു. ഇനി അവിടെ പോയിട്ട് എവിടെയാണ് അത് എന്നൊക്കെ ഒന്ന് നോക്കി നമുക്ക് അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് വലാ യഹ്യ എന്ന് ഒറ്റക്ക് വായിക്കാനും ഓതാനും ഒക്കെ കഴിയണമെങ്കിൽ നമ്മൾ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ച് പഠിക്കണം, മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ തജ്വീദിൻ്റെ ഇദ്ഗാമും ബിഉന്ന തജ്വീദ് നിയമം പഠിക്കുന്നുണ്ട്. നൂന് യാ, നൂന് യാ. അപ്പോൾ എന്താണ് ഇദ്ഗാം ബിഉന്ന? ഉന്നത്തോട് കൂടി ഓതലാണ് ഇദ്ഗാം ബിഉന്ന. അപ്പോൾ ഉന്നത്തോട് കൂടിയ ഓതൽ എങ്ങനെയാണ്? മിന്യഅമത്തിൻ, ഈ നൂനിനെ ഇതിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് ഇദ്ഗാം ചെയ്ത് സാക്കിനായ നൂന്, അതായത് ഫതഹും കസറൊന്നും ഇല്ലാത്തൊരു നൂനാണ്. ഇതിനെ സാക്കിനായ നൂന് എന്ന് പറയാം. ഈ നൂനിനെ ഇതിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് മിന്യഅമത്തി, ഷദ് ചെയ്യലാണ് ഉന്നത്ത്. അപ്പോൾ നമുക്ക് മിന്യഅമത്തിൻ എന്ന് ഇതിലേക്ക് ഉന്നത്ത് ചെയ്തു. അതിനാണ് ഇദ്ഗാം ബിഉന്ന എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ കണ്ട് നൂനിന് ശേഷം നൂന്, നൂനിന് ശേഷം നൂനും നൂനിന് ശേഷം യാഉ ആണ് നമുക്ക് ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായിട്ട് നമുക്കിവിടെ വന്നത്. ഇദ്ഗാം ബിഉന്നക്ക് 4 അക്ഷരങ്ങളാണ്. നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം നൂനോ വാവോ യാഓ മീമോ വരണം. അപ്പോൾ അതിൽ നൂനും യാവും വന്നതാണ് നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത്. അപ്പോൾ ഇവിടെ നൂനിന് ശേഷം നൂന് വന്നു, ഇവിടെയും നൂനിന് ശേഷം നൂനാണ്. അപ്പോൾ ഇവിടെ അല്ലന്നജ്മാൾ, അല്ലന്നജ്മാൾ നൂനിനെ അതിലേക്ക് ഇദ്ഗാം ചെയ്തു. അടുത്ത് തൻവീന് ശേഷം നൂന്, തൻവീനാണ് ലമ്മ തൻവീൻ, തൻവീന് ശേഷം നൂന്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ആമിലത്തുന്നാസിബ, തുന്നാസിബ, അങ്ങനെ ഇദ്ഗാം ചെയ്യണം. തൻവീന് ശേഷം നൂന്. ഇനിയോ ഇവിടെയും തൻവീന്, ഫത്തഹ തൻവീന് ശേഷം നൂന്. അപ്പോൾ അതെങ്ങനെ? മലിക്കന്നുക്കാത്തിൽ, അങ്ങനെ ഇവിടെ തൻവീനെ ഇതിലേക്ക് ചേർത്ത് ഉന്നത്ത് ചെയ്യാം. അടുത്തത് അതുപോലെ കസ്റ തൻവീന് ശേഷം നൂന് വന്നു. യൗമ ഇദിന്നായിമ, യൗമ ഇദിന്നായിമ, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഉന്നത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇനി തൻവീന് ശേഷം യാ, ഹൈറയ്യറ, ഹൈറയ്യറ, തൻവീൻ അതിലേക്ക് ചേർത്ത് ഇദ്ഗാം ചെയ്തു ഹൈറയ്യറ, മനസ്സിലാക്കുക. ഇനി ഇവിടെ നൂനിന് ശേഷം യാ, മയ്യഹ്ഷ, മയ്യഹ്ഷ, മനസ്സിലാക്കുക. അടുത്തത് ഫമയ്യഅമൽ, ഫമയ്യഅമൽ. അടുത്തത് ലിഖൗമിയഖിലൂൻ, ലിഖൗമിയഖിലൂൻ, തൻവീനിനെ യായിലേക്ക്. അപ്പോൾ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം നൂനും യാവും വന്നതാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഖുർആൻ ഓതുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ വരുമ്പം നമ്മൾ ഉന്നത്ത് ചെയ്ത് ഓതണം എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കി പഠിച്ചത്. അപ്പോൾ നമുക്ക് ഖുർആനോത്തിൽ വരും ഇന്നഫഅത്തി ദിക്റ, അങ്ങനെ ഇദ്ഗാം ചെയ്ത് ഓതാൻ നമ്മളിവിടുന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായ നൂനും യാവും വന്നത് ഈ ആയത്തുകളിൽ നിന്ന് കണ്ടെത്തി അടയാളപ്പെടുത്താനാണ് അടുത്ത വർക്ക് വന്നത്. അപ്പം നൂനും തൻവീനും, സാക്കിനായ നൂനും തൻവീനും മനസ്സിലാക്കുക. അതിൻ്റെ ശേഷം നൂനും യാവും. അപ്പോൾ ഇവിടെ സാക്കിനായ നൂനാണ്, അതിന് ശേഷം കാഫാണ് വന്നത്, അത് നമുക്ക് വേണ്ട. നമുക്കിവിടെ സാക്കിനായ നൂന് വന്നു, അതിന് ശേഷം യാ വന്നു, അപ്പോൾ ഇവിടെ ഒന്നടയാളപ്പെടുത്താം. ഇനി ഇവിടെ തൻവീന് വന്നു, അതിൻ്റെ ശേഷം ലാമ് വന്നു, അത് വേണ്ട. അപ്പോൾ മനസ്സിലാക്കി പോവുക. പിന്നെ സാക്കിനായ നൂന് വന്നു, ഇവിടെ മീമ് വന്നു, അത് നമുക്കിപ്പോൾ വേണ്ട. നമുക്ക് നൂനും യാവും മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. ഇവിടെ തൻവീന് ശേഷം യാ, അത് അടയാളപ്പെടുത്താം. പിന്നെ നൂനിന് ശേഷം നൂന് വന്നു, അതും അടയാളപ്പെടുത്താം. പിന്നെ ഇവിടെ നൂനിന് ശേഷം നൂന് വന്നു. പിന്നെ എവിടെയാണ്? ഇവിടെ നൂനിന് ശേഷം ഹംസയാണ്. അങ്ങനെ നമുക്ക്
നോക്കി. ഇവിടെ തൻവീന് ശേഷം ലാമാണ്, അതൊന്നും വേണ്ട. ഇവിടെ നൂനിന് ശേഷം യാ, നൂനിന് ശേഷം യാ വന്നു. സാക്കിനായ നൂനിന് ശേഷമാണ് കേട്ടോ, ഒന്നുമില്ലാത്ത നൂനിൻ്റെ ശേഷമാണ് യാ വരേണ്ടത്. ഇതുപോലെ ഫതഹുള്ള നൂനിൻ്റെ ശേഷം യാ വരുന്നതല്ല. ഇതുപോലെ സാക്കിനായ നൂനിൻ്റെ ശേഷമാണ് യാ വരേണ്ടത്, നൂന് വരേണ്ടത്. മനസ്സിലാക്കുക. വയ്യറോ ഇവിടെ വന്നു. തൻവീനും അതുപോലെ തന്നെയാണ്. ഇവിടെ നൂനിന് ശേഷം യാ വന്നു. പിന്നെ സബീല ദാലിക്ക, തൻവീന് ശേഷം ദാലാണ്, അത് വേണ്ട. പിന്നെ എവിടെയാണ് വയ്യറോ, ഇവിടെ നൂനിന് ശേഷം യാ വന്നു. ആയത്തയ്യോരുലൂൻ, തൻവീന് ശേഷം യാ വന്നു. തൻവീന് ശേഷം മീമു വന്നു, അത് വേണ്ട. അപ്പോൾ നൂനും തൻവീനും മനസ്സിലാക്കുക, അതിൻ്റെ ശേഷം വരുന്ന അക്ഷരം ഏതാണെന്ന് മനസ്സിലാക്കുക. നൂനിൻ്റെ ശേഷം യാ, നമ്മൾ തൻവീൻ്റെ ശേഷം യാ, അത് ഫതഹ തൻവീൻ, കസറ തൻവീൻ, ലൊമ്മ തൻവീൻ ഏതും വരാം. അപ്പോൾ അതാണ് സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഇദാം ബിയുന്നയുടെ അക്ഷരമായ യാ നൂന്, അതാണ് നമ്മളിവിടെ പഠിച്ചത്. അവിടെ അങ്ങനെ വന്നാൽ, ഖുറാനിൽ അങ്ങനെ വന്നാൽ നമ്മൾ ഉന്നത്ത് ചെയ്തിട്ട് ഓതണം എന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് സൂറത്തുൽ അഅലയുടെ രണ്ടാമത്തെ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ വന്നത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിലൊക്കെ മാറിപ്പോകാം, തെറ്റിപ്പോകാം, കട്ട് ചെയ്യുന്നത് കൂടുതൽ കട്ട് ചെയ്ത് പോകാം, വേറെ സ്ഥലത്ത് പറഞ്ഞത് ഇവിടേക്ക് ആഡായി പോകാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റാം, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സമയപരിമിതി മൂലം വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.